ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ. ഈവനിങ് വ്ളോഗ് എന്ന് പറയാനൊന്നുമില്ല, ഒരു എന്താ പറയുക, ഒരു വൈകുന്നേര സമയത്ത് എടുത്തിട്ടുള്ള ചെറിയൊരു കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ്. അപ്പോൾ വൈകിട്ട് നമ്മൾ 4 മണി 4:30 ആകുമ്പോൾ നമ്മൾ ചായ കുടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ, വൈകിട്ടത്തെ ചായ. അപ്പോൾ ഇന്ന് വീട്ടിലെല്ലാവരും ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ വൈകുന്നേരത്ത് എല്ലാവരും ഒന്നും വീട്ടിലുണ്ടാവാറില്ല. അപ്പം അച്ഛൻ ഉണ്ടായിട്ട് അന്ന് വീട്ടിൽ. അപ്പോൾ വൈകുന്നേരം നമ്മൾ ചായ കുടിക്കാതിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ വരുമ്പോൾ പോപ്കോണ്, കൊക്കുവട, അതുപോലെ പരിപ്പ് വട ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടൻ ചായയും അതുപോലെ തന്നെ പരിപ്പ് വടയും നല്ല കോമ്പിനേഷൻ അല്ലേ, നല്ല ചൂട് കട്ടൻ ചായയും അതുപോലെ തന്നെ പരിപ്പ് വടയും കൂടിയിട്ട് നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ പക്ഷെ ഇതൊരു ഞായറാഴ്ച എന്നല്ല, പക്ഷെ വേറെ എന്തോ ഒരു ഒഴിവ് ദിവസമായിരുന്നു, ആർക്കും ഉണ്ടായിരുന്നില്ല. അത് കാരണം എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ചിരുന്നിട്ട് പരിപ്പ് വടയും ചായയും കൂടി കഴിക്കുകയാണ്. പരിപ്പ് വട നല്ല അടിപൊളി പരിപ്പ് വടയാണ് കേട്ടോ. അതാണ് അച്ഛൻ പറയണത്, നല്ല അടിപൊളി പരിപ്പ് വടയാണ്, അത് ഈ കുടുംബശ്രീക്കാരുടെ ഹോട്ടലില്ലേ അവിടെ നിന്ന് വാങ്ങിച്ചതാണെന്നൊക്കെ ആയിട്ട് അച്ഛൻ പറയണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരത്ത് ഒരു പലഹാരം ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പം അച്ഛൻ തേങ്ങയൊക്കെ പൊളിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കപ്പൊതിയാണ്. നമ്മുടെ അവിടെ ചക്കപ്പൊതി എന്നാണ് പറയുക, എല്ലായിടത്തും എന്താണ് പറയുക എന്ന് എനിക്കറിയില്ല, ഓരോ സ്ഥലത്ത് ഓരോ പേരാവുമല്ലോ. അപ്പോൾ നമ്മൾ ചക്കപ്പൊതി എന്നാണ് പറയാം. ചക്കയും അരിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു പലഹാരം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരകുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ ഏലക്കായും അതുപോലെ ജീരകവും കൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ശർക്കര അവിടെ തിളച്ചിട്ട് നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ശർക്കരപ്പാനി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊടിയനിയുടെ ഇല ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അത് തേടിയിട്ട് പോവുകയാണ് നമ്മൾ. അപ്പം നമ്മൾ പൊടിയനിയുടെ ഇല പൊട്ടിക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഒന്നും പൊടിയനിയുടെ ഇല കിട്ടാനില്ല. അപ്പോൾ അപ്പുറത്തെ വീട്ടിലുണ്ട്, അപ്പോൾ അവിടെ പോയി പൊട്ടിക്കാൻ വെച്ചിട്ടാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നന്നായിട്ട് മുല്ലപ്പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ മഴ പെയ്തപ്പോൾ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഈ സന്ധ്യയാകുമ്പോൾ നല്ലൊരു മണമാണ്. ഉമ്മറത്തേക്കൊക്കെ വരുമ്പോൾ എന്താ പറയുക, നല്ലൊരു മണമാണല്ലോ ഈ മുല്ലപ്പൂവിൻ്റെ മണം. ഇപ്പോൾ റൂമിലൊക്കെ കൊടുന്ന് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പൊടിയനിയുടെ ഇല തിരഞ്ഞ് നമുക്ക് കിട്ടിയത് ലാസ്റ്റ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് പാടത്തിൻ്റെ അടുത്തുള്ളൊരു വീടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ലാസ്റ്റ് ഈ പൊടിയനിയുടെ ഇല പൊട്ടിച്ചെടുക്കുന്നത്. വാഴൻ്റെ ഇലയിൽ ഉണ്ടാക്കാം, എന്നാലും പൊടിയനിയുടെ ഇലയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടിയും ടേസ്റ്റ്. പിന്നെ വാഴൻ്റെ ഇലയാകുമ്പോൾ നമുക്കതൊന്ന് വാട്ടിയെടുക്കണമല്ലോ, ഇതാവുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ പണി നടക്കുന്നുണ്ട്, മോളിക്ക് റൂം എടുക്കുന്നുണ്ട്, നമ്മൾ അതിൻ്റെ പണിയാട്ടോ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ പൊടിയനിയുടെ ഇലയൊക്കെ അത് കൊടുന്നിട്ട് അതിൽ മണ്ണും കാര്യങ്ങളും ചളിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ശർക്കരപ്പാനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 250 മില്ലിയുടെ കപ്പാണത്. അപ്പോൾ അതിന് 3 കപ്പ് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അധികമൊന്നും നമ്മൾ ഉണ്ടാക്കണില്ല. പിന്നെ അതിലേക്ക് നമ്മുടെ ഏലക്കായും ജീരകവും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചക്ക നമ്മൾ തലേ ദിവസം തന്നെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആവശ്യത്തിന് മാത്രം. പിന്നെ തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ നമ്മൾ വേവിക്കാൻ വെക്കണത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിലേക്ക് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു മാവ് ഈ പൊടിയനിയുടെ ഇലയിലേക്ക് ആക്കിയിട്ട് കുറേശ്ശെ ആക്കിയിട്ട് പൊതിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടൊന്നും ചേർത്ത് കൊടുക്കണ്ട, കാരണം എന്താ വെച്ചാൽ കൂടുതലായിട്ട് നമ്മൾ ഈ ഇലയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് മടക്കുമ്പോൾ ആകെ ഒടിഞ്ഞ് ആകെ പണി കിട്ടും. അപ്പോൾ കുറേശ്ശെ മാത്രം ചേർത്തിട്ട് നൈസായിട്ട് നമുക്കിങ്ങനെ മടക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ അമ്മ പെട്ടെന്ന് എല്ലാതും ഇങ്ങനെ പൊതി കെട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊതി കെട്ടി എടുക്കണോണ്ടാണ് ഞങ്ങൾ ചക്കപ്പൊതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു പേരാവില്ല ഇത് പറയുന്നുണ്ടാവും, എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷെ പേരിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ പേരെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കപ്പൊതി ഇവിടെ റെഡി. നല്ല മഴ കേട്ടോ. അപ്പം നല്ല മഴയത്ത് ഈ ചക്കപ്പൊതി കഴിക്കാൻ എന്താ ഒരു ടേസ്റ്റ് വെച്ചിട്ടാ,
നല്ലൊരു ഫീലാണ് കേട്ടോ ഈ മഴയത്ത് ഇങ്ങനെ ചൂടുള്ള ചക്കപ്പൊതി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം നമ്മളിതാ ഒരു പ്ലേറ്റിലാക്കിയിട്ട് ചൂടാറിയതിൻ്റെ ശേഷം നമ്മൾ കഴിക്കുന്നുണ്ട് കേട്ടോ. ചൂടാറിയെന്ന് വെച്ചാൽ അത്രയ്ക്ക് ചൂടാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പത്തിനും ആദ്യം ക്ഷമ കിട്ടും, അവന് നല്ല ഇഷ്ടമായിട്ടത്. അപ്പോൾ അവനും കഴിക്കുന്നുണ്ട്. 3 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.